രണ്ടുപേരുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് സെക്ഷൻ കാണാനായിട്ട് ഏറ്റവും രസം. കാരണം എല്ലാത്തിനെ കുറിച്ച് ഭയങ്കര അറിവാണ്. നമ്മളൊക്കെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുമ്പോഴല്ലേ ലിപ്സ്റ്റിക്ക് തന്നെ ഇടുള്ളൂ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം ആയാലും ലിപ്സ്റ്റിക് ആയാലും അത് നിർബന്ധം. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കിൻ കെയർ റൂട്ടീൻ ഇതൊക്കെ കറക്റ്റായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. ജാബി പിന്നെയും പറഞ്ഞാൽ കേൾക്കും. മുടി ചീകാനാണെങ്കിലും പൊട്ട് തൊടാനാണെങ്കിലും നമ്മളെന്തെങ്കിലും അഭിപ്രായം പറയുകയാണെങ്കിൽ ജാബി അതിനനുസരിച്ച് കേൾക്കും. പക്ഷെ ഞങ്ങളുടെ തനു നമ്മളൊരു പൊട്ട് തൊട്ടാൽ കൂടെ അതിൻ്റെ എന്തെങ്കിലും ഭാഗം ചെറുതായിട്ട് അവൾക്ക് ഇഷ്ടപ്പെടാതായി കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് മായ്ക്കണം. ഇനിയിപ്പോൾ അവൾ എന്നെ തൊടുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മായ്ക്കും. കണ്ണ് അവൾ എഴുതണം, മുടി ചീന്തണത് അവളുടേതായ സ്റ്റൈല് വേണം. അങ്ങനെ ഭയങ്കര നിയമങ്ങളാണ് മേക്കപ്പിൽ. മേക്കപ്പിൻ്റെ സെക്ഷനിൽ തനുവിനെ വെട്ടിക്കാൻ പറ്റില്ല. ജാബി പിന്നെയും കുഴപ്പമില്ല. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ? എന്ത് എന്ത് കുറച്ച് മേക്കപ്പുള്ളോ? പിന്നെ എന്തൊക്കെ വേണം നിനക്ക് മേക്കപ്പ് ചെയ്യാൻ? നീ കുളിച്ചാ? അതിന് തനുവിനെ കുളിക്കാൻ കൊണ്ടുപോകാൻ തന്നെ ഒരു ടാസ്ക്കാണ്. കാരണം തനു തീരുമാനിക്കും എപ്പോൾ കുളിക്കണമെന്ന്. ഇതിപ്പോൾ ജാബി മേക്കപ്പ് ചെയ്യണ കണ്ടല്ലോ, അപ്പം അതിൻ്റെ ആ ഒരു കൈത്തരിപ്പാണ് ആൾ കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയിട്ടാലാണ് തനുവിന് സമാധാനമാവുള്ളൂ. കുളിക്കാത്ത നാറ്റ തനു. നമുക്ക് കുളിക്കാം, നമുക്ക് കുളിക്കാം. ആ ജാബിയുടെ മേക്കപ്പ് സെക്ഷനൊക്കെ കണ്ടപ്പോൾ തനുവിന് കുളിക്കാൻ ഒരു പൂതി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തനുവിനൊന്ന് പോയി കുളിപ്പിച്ചിട്ട് വരണം. അമ്മയുടെ തനുവിനെ കുളിപ്പിക്കുക, അമ്മ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സമയം ഇവരുടെ കൂടെയുള്ള ടൈമായിരുന്നു കേട്ടോ. നല്ല രസമാണ്. സമയം ഒന്നും നമുക്ക് അറിയേയില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. രാവിലെ എണീച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ അറിയേയില്ല. അവരുടെ ചിരി ആയാലും കളിയായാലും. ഇനിയിപ്പോൾ ചിത്രം വരാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. പ്രഗ്നൻസി ടൈമിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് വിചാരിക്കില്ല, നമ്മൾ എന്തിനോ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടണമെന്ന് വിചാരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പോലും നമുക്ക് പറ്റൂല. ആ ടൈമിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു ഏക മാർഗ്ഗമാണ് ഇവരുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതെന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് നല്ല രീതിക്ക് അത് ഹാൻഡിൽ ചെയ്യാനും പറ്റി. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രാന്തായിട്ടുണ്ടാവും. ചിലവരോടൊന്നും നമുക്കിത് നമ്മുടെ ഇമോഷൻസ് പറഞ്ഞാൽ മനസ്സിലാവുക പോലും ചെയ്യില്ല. ഈവൻ പാർട്ട്ണറോട് പോലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എടുക്കണം എന്നില്ല. പിന്നെ എല്ലാവരും ഒരേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് മാത്രം എന്ത് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പിന്നെ തനുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തനുവിൻ്റെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തനുവിന് ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇനി ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾ തൊട്ട് പൊട്ടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അത് മായ്ക്കണം, എന്നിട്ട് വേറെ തൊടണം. അതാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. ഐലൈനറിനെ കുറിച്ച്, മസ്കാരയെക്കുറിച്ച്, ഐഷേഡോ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് അറിയാം തനുവിനും ജാബിക്കും. ചില സമയത്ത് ഞാനും ചേച്ചിയും കൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ എടുക്കാൻ ഷെയ്ഡൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും, ഈ ഷെയ്ഡ് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ, ആ ഷെയ്ഡ് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിരിപ്പോൾ. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ നമ്മൾ മറ്റേ ആ കുങ്കുമം കൊണ്ട് ചാന്ത് പോലത്തെ സാധനം ചുണ്ടുമ്പോൾ തേച്ചിട്ടായിരുന്നു പണ്ടത്തെ ഗ്രൂപ്പ് ഡാൻസ് ലിപ്സ്റ്റിക്ക് എന്ന് പറയാം. അത് പണ്ട് തന്നെ എല്ലാവരും പറയും അത് വായിലോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മരിച്ചു പോകുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഒറ്റ ഷെയ്ഡല്ലേ ഉള്ളൂ, റെഡ് കളറ്. ആ റെഡ് തന്നെ എല്ലാവരും ഇട്ടുകൊണ്ട് നടക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാനുണ്ടല്ലോ പണ്ട് ലിപ്സ്റ്റിക്ക് ഒരു ദിവസം ഇട്ട് നടന്നപ്പോൾ എന്നോട് ആരോ പറഞ്ഞു ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല, മീനിൻ്റെ ചെതമ്പല് കൊണ്ടാണ് ഇത്ര ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് എന്ന്. അതിന് ശേഷം എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ഭയങ്കര അറപ്പാണ്. അതുകൊണ്ട് ഞാൻ അത് തീരെയും തൊടില്ല. പക്ഷേ ഇപ്പൊക്കെ ബോധം വെച്ച കാരണം കൊണ്ട് എനിക്ക് പറ്റിയ ഷെയ്ഡൊക്കെ നോക്കി വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഇപ്പോൾ ഈ അടുത്താണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ ലിപ്സ്റ്റിക്കും അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ ഇവരൊക്കെ ഇപ്പം തന്നെ ഇവരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാനൊക്കെ ഇപ്പോഴേ അറിയാം. പിന്നെ ഏത് ഐലൈനർ ഇട്ടാലാണ് കറക്റ്റ് ഡാർക്കിൽ ഇരിക്കുക എന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഞെട്ടിപ്പോവും ചില സമയത്ത്. ഇനി ഇവരുടെ സ്കിൻ കെയർ റൂട്ടീൻ തന്നെ കേട്ടാൽ മതി, നമ്മൾ ഞെട്ടിപ്പോവും. ഞാനും ചേച്ചിയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇതൊക്കെ എന്താ സംഭവം തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കണേ. അന്നൊക്കെ ഇത്തിരി പോരെ മേക്കപ്പ് ഇട്ടാൽ തന്നെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ അവൾ ഭയങ്കര പവറത്തി, അവൾക്ക് ഭയങ്കര ജാടയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അന്നൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. ഇപ്പൊക്കെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ കോമൺ ആയി, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കോമണാണ്. മേക്കപ്പ് ഒന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയായിരിക്കണു. തനുവിൻ്റെ ജാബിൻ്റെ മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അവരെന്നെ സ്വന്തമായി പോസ് ചെയ്യുക, ഒപ്പം തന്നെ ഫോട്ടോ എടുക്കാൻ പറയും. നമുക്ക് ഇവിടെ നിന്ന് എടുക്ക്, നമുക്ക് അവിടെ നിന്ന് എടുക്ക്, അതും പറയും. എല്ലാത്തിനെയും കുറിച്ച് ഭയങ്കര അറിവാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും.
കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരു തൊടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട്. അപ്പോൾ ജാബിയുടെ കുളി കഴിഞ്ഞപ്പോൾ ജാബിക്ക് ഞാൻ കുരു തൊട്ട് കൊടുത്തു. ജാബി കുരു തൊട്ട് കണ്ടപ്പോൾ പിന്നെ തനുവിനും കുരു തൊടണമല്ലോ. പക്ഷെ ആൾ കുറി മാറിയെടുത്തു. ചന്ദനക്കുറിക്ക് പോലും ഭസ്മം എടുത്തിട്ട് വരിക. അതും കുറച്ചൊന്നല്ല, കുറേ അങ്ങ് എടുത്തിട്ടേ വരുന്നത്. ആരെയും ഭസ്മം ജാബി ഭസ്മല്ല. ഈ തനുവിൻ്റെ പിന്നാലെ ഇടന്ന് ഓരോന്ന് ഒപ്പിക്കണതാണ്. ഇപ്പം ഭസ്മം എങ്ങനെയൊക്കെ കളയണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. എന്തെങ്കിലും കുരുത്തക്കേട് എപ്പോഴെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഈ ഹാൻഡ് വാഷൊക്കെ എടുത്ത് കലക്കിയിട്ട് ഗ്ലാസ്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ സോപ്പും വെള്ളം കലക്കിയിട്ട് കേക്ക് പോലെ ആക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം കാട്ടിക്കൂട്ടലാണ്. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ? ഇപ്പം നമ്മൾ മരുന്നൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഈ പനിയുടെ മരുന്ന്, ജലദോഷത്തിൻ്റെ മരുന്ന്, ഇതൊക്കെ നമ്മൾ എത്ര ഹൈറ്റിൽ കയറ്റി വെച്ചാലും, ചേച്ചി എത്ര പൊക്കത്ത് കയറ്റി വെച്ചാലും ആരും കാണില്ല ഇവള് പോയി എടുക്കലും കഴിഞ്ഞിട്ടുണ്ടോ, കുടിക്കലും കഴിഞ്ഞിട്ടുണ്ടോ. ഇനിയിപ്പോൾ മരുന്നിൻ്റെ കേസ് മാത്രമല്ല, ഒരു കത്രിക കിട്ടിക്കഴിഞ്ഞാൽ വെട്ടാത്ത സാധനങ്ങളില്ല. ഈവൻ അവളുടെ മുടി വരെ അവൾ ഇരുന്ന് വെട്ടും. എത്ര ചീത്ത കിട്ടിട്ടുണ്ടെന്ന് പറയും, എത്ര അടി കിട്ടിയാലും മുടി വെട്ടും. ഇപ്പം അമ്മ അവിടെ തയ്ക്കുമല്ലോ, തയ്ക്കുമ്പോൾ അമ്മേൻ്റെ ടാപ്പുണ്ട്, തുണി അളവെടുക്കുന്ന ടാപ്പ് മിഷീൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും കാണാം അത് പോയി നടുവെട്ടിട്ടുണ്ടോ. ഒരു വട്ടം അതിനെ പോയി നല്ലോണം ചീത്ത കേട്ടതാണ്, ഞങ്ങൾ കയ്യോടെ പിടിച്ചതാണ്. എന്നിട്ട് ഇപ്രാവശ്യം വന്നിട്ട് വീണ്ടും അതിനെ നടുവെട്ടിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും. അപ്പോൾ വീണ്ടും പിടിക്കും. അവൾക്ക് അതൊരു കുസലില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര സെൻറ്റി അടിച്ച് നിൽക്കും. ഇതിപ്പോൾ പിണങ്ങിയിരിക്കുക. കാരണം തനു ഭയങ്കര ഫോട്ടോഷൂട്ടിന് വന്നിരുന്നപ്പോൾ ജാബി ഒപ്പം വന്നിരുന്നില്ലേ, അതിൻ്റെ പിണക്കത്തിലാണ് ആ മുഖം അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര പിണക്കക്കാരിയാണ് ജാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടി വി വെച്ചെടുത്ത് കഴിഞ്ഞ് 24 മണിക്കൂർ അതിൻ്റെ മുന്നിൽ പോയിരിക്കും. തനു എന്ന് പറഞ്ഞാൽ കുറച്ചേരൊക്കെ ടി വിൻ്റെ അവിടെ ഇരിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ മാത്രമല്ല കേട്ടോ ഫ്ലാറ്റിലുണ്ടായിരുന്നത്, അമ്മയുണ്ടായിരുന്നു കൂടെ. ഞാനും അമ്മയും കൂട്ടായിരുന്നു ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള നേരത്തേക്കാണ് പോണത് കേട്ടോ. നല്ല കട്ട തൈരോ അല്ലെങ്കിൽ നല്ല മിൽക്കിംഗ് ബീസിൻ്റെ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും നല്ലോണം ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. ആ കാര്യത്തിൽ ഒരു കുറവുമില്ല. പിന്നെ അതേപോലെ എന്തെങ്കിലും വറവോ, ഇപ്പം മീനാണെങ്കിൽ മീൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. എനിക്കെൻ്റെ പ്രഗ്നൻസി സമയത്ത് തീരെ കഴിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഇട്ടാൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉരുളക്കിഴങ്ങ്. എപ്പോൾ ഞാനത് കഴിച്ചാലും എനിക്ക് ഒന്നെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ബോഡി. അതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞു തീരെ കഴിക്കേണ്ട ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ നല്ല മസാല ഒക്കെ പുരട്ടി വറുത്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത് മതി ചോറ് തന്നെ. ടി വിയും കൂടെ വെച്ച് കാർട്ടൂണും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, സന്തോഷം. ഓ ജാബിയും തന്നെ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ ചിത്രം വരയ്ക്കാനായിട്ടെങ്കിലും മാറ്റി വയ്ക്കും കേട്ടോ. കാരണം രണ്ടുപേർക്കും ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചിത്രം വരയ്ക്കാൻ ഇരിക്കുമ്പോൾ ഈ സ്കെച്ച് തപ്പിപ്പിടിക്കാൻ തന്നെ വേണം 2-2.5 മണിക്കൂർ. അത് എവിടേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ജാബി പിന്നെ എവിടെയെല്ലാം എടുത്തു വയ്ക്കും, തനു തീരെ എടുത്തു വയ്ക്കില്ല, മൊത്തത്തിൽ പരത്തിയിട്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് കലക്കിയിട്ടെങ്കിലും വെച്ചിട്ടുണ്ടോ. ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നും ഇതേപോലെ ആയിരിക്കില്ല, പക്ഷേ ഇന്ന് ഇവരുള്ള കാരണം കൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ.